വയനാട്ടിൽ വിജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്ന് ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. സ്ഥലത്തിനായാലും മനുഷ്യനായാലും വസ്തുക്കൾക്കായാലും പേര് ഒരു ഐഡന്റിറ്റിയാണ്. സ്ഥലങ്ങളുടെ പേരുകൾ മാറുന്നത് പലപ്പോഴും അധികാരത്തിന്റെയും ഭരിക്കുന്ന പാർട്ടിയുടെ ആശയങ്ങളുടെയും പ്രതിഫലനമാകാറുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും പേരുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട് എങ്കിലും ചുരുങ്ങിയ കാലയളവിൽ, പ്രത്യേകിച്ച് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം പേരുമാറ്റപ്പെട്ട സ്ഥലങ്ങൾ നിരവധിയാണ്. 2014 കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിന്റെ പേര് ബംഗളൂരു എന്ന് മാറ്റി. ഇതോടൊപ്പം കർണാടകയിലെ 11 സ്ഥലങ്ങളുടെ പേരുകൾ കൂടി മാറ്റിയിരുന്നു. 2015 രാജമുണ്ട്രി എന്ന ആന്ധ്രാപ്രദേശിലെ നഗരത്തിന് രാജമഹേന്ദ്രവരം എന്ന് പേര് മാറ്റിയത്. ഹരിയാനയിലെ മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാർ 2016 ഏപ്രിലിൽ ഗുഡ്ഗാവിന്റെ പേര് ഗുരുഗ്രാം എന്നാക്കി. ഇതേ വർഷം തന്നെയായിരുന്നു ഡൽഹി റേസ് കോഴ്സ് റോഡിന്റെ പേര് ലോക കല്യാൺ മാർഗ് എന്ന് പുനർനാമകരണം ചെയ്തത്. ഇവിടെയാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി. 2016 ഡൽഹിയിലെ ഔറംഗസേബ് റോഡിന് മുൻ രാഷ്ട്രപതി എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ പേര് നൽകി. 2017 ഡൽഹൌസി റോഡിന്റെ പേര് ധാരാ ഷിക്കോ റോഡ് എന്നാക്കി മാറ്റി. 2018 ഉത്തർപ്രദേശിലെ അലഹബാദ് പ്രയാഗ് രാജ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് പേരുമാറ്റത്തിനുള്ള നിർദ്ദേശം പാസാക്കിയത്. അതേ വർഷം തന്നെ ഛത്തീസ്ഗഡിലെ ന്യൂ റായ്പൂർ അടൽ നഗർ എന്ന് മാറ്റപ്പെട്ടു. യുപിയുടെ ഐതിഹാസികമായ മുഗൾ സരായ് ജംഗ്ഷൻ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ എന്ന് മാറ്റപ്പെട്ടത് 2018 അന്നത്തെ ബി.ജെ.പി. അധ്യക്ഷനായിരുന്ന അമിത്ഷായാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതേ വർഷം തന്നെ ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ജില്ലയുടെ പേര് അയോധ്യ എന്നാക്കി മാറ്റി. അന്തരിച്ച മുൻ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ ബഹുമാനാർത്ഥം 2019 ഡൽഹിയിലെ പ്രശസ്തമായ ഫിറോസ് ഷാ കോട്ല ക്രിക്കറ്റ് സ്റ്റേഡിയം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നാക്കി മാറ്റി. 2021 മധ്യപ്രദേശിലെ ഹോഷംഗാബാദ് നർമ്മദാപുരം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 2022 ഔറംഗാബാദിന്റെ പേര് ഛത്രപതി സാംഭാജി നഗർ എന്ന് മാറ്റുകയുണ്ടായി. 2022 സെപ്റ്റംബർ 8 സെൻട്രൽ വിസ്ത അവന്യൂ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നോടിയായി രാജ്യതലസ്ഥാന നഗരത്തിലെ രാജ്പത്തിന് കർത്തവ്യപത്ത് എന്ന് പേരു നൽകി. 2022 തന്നെ മഹാരാഷ്ട്രയിലെ DB പാട്ടീൽ അന്താരാഷ്ട്ര വിമാനത്താവളം നവി മുംബൈ എയർപോർട്ട് എന്ന് പേരു മാറ്റുകയുണ്ടായി. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻസിന്റെ പേര് അമൃത് ഉദ്യാൻ എന്ന് പുനർനാമകരണം ചെയ്തത് 2023 ജനുവരിയിലായിരുന്നു. അതിന് ഒരാഴ്ച മുൻപായിരുന്നു ഡൽഹി സർവകലാശാലയുടെ നോർത്ത് ക്യാമ്പസിലെ മുഗൾ ഗാർഡന് ഗൗതമ ബുദ്ധ സെന്റിനറി ഗാർഡൻ എന്ന് പേരുമാറ്റിയത്. ഇതേ വർഷം തന്നെ മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദ് എന്ന സ്ഥലം ധാരാശിവ് എന്ന് പേരുമാറ്റപ്പെട്ടു. 2023 ഉത്തർപ്രദേശിലെ ഫിറോസാബാദിന്റെ പേര് ചന്ദ്രനഗർ എന്ന് പുനർനാമകരണം ചെയ്യുന്നതിന് കോർപ്പറേഷൻ അംഗീകാരം നൽകി. അലിഗഡിനെ ഹരിനഗർ എന്ന് പുനർനാമകരണം ചെയ്യുന്നത് കോർപ്പറേഷൻ അംഗീകാരം നൽകിയിരുന്നു. റോഡുകളുടെയും നഗരങ്ങളുടെയും മാത്രമല്ല, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സർവകലാശാലകളുടെയും പേര് മാറ്റിയിട്ടുണ്ട്. നോർത്ത് മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഇപ്പോൾ കവിയത്രി ബഹിനാബായി ചൗധരി നോർത്ത് മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ചിന്ദ്വാര സർവകലാശാല രാജാ ശങ്കർ ഷാ സർവകലാശാലയാണ്. അലഹബാദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ രാജേന്ദ്ര സിംഗ് യൂണിവേഴ്സിറ്റിയാണ്. തെലുങ്കാന തലസ്ഥാനമായ ഹൈദരാബാദിന്റെ പേര് ഭാഗ്യനഗർ എന്നും ഗുജറാത്തിലെ അഹമ്മദാബാദിന്റെ പേര് കർണാവതി എന്നും മാറ്റണമെന്ന് ബി.ജെ.പി. നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. 1953 സർക്കുലറിലാണ് സംസ്ഥാനങ്ങളുടെ പേരുമാറ്റത്തെ സംബന്ധിച്ച നിർദ്ദേശങ്ങളുള്ളത്. ഭൂമിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ഭരണഘടനാപരമായി പ്രത്യേക വ്യവസ്ഥകളൊന്നുമില്ലെങ്കിൽ നഗരം, പട്ടണം, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയവയുടെ പേരിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടെ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ പേര് ഔദ്യോഗികമായി മാറ്റാനാകും. എന്നാൽ സംസ്ഥാനങ്ങളുടെ പേരുമാറ്റത്തിനുള്ള അധികാരം പാർലമെന്റിനാണുള്ളത്. ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് പാസാക്കി രാഷ്ട്രപതിയുടെ അനുമതി കൂടി ലഭിച്ചാൽ മാത്രമേ ഔദ്യോഗികമായി പേരുമാറ്റാനാകൂ. പ്രത്യേകമായ ചില കാരണങ്ങളില്ലെങ്കിൽ ആളുകൾക്ക് പരിചയമുള്ള സ്ഥലത്തിന്റെ പേര് മാറ്റുന്നത് അഭികാമ്യമല്ലെന്നും ചരിത്രപരമായ ബന്ധമുള്ള പേരുകളുടെ മാറ്റം ഒഴിവാക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. സ്ഥലങ്ങൾക്കും റോഡുകൾക്കും പേരുമാറ്റം വരുത്തുന്നുണ്ട് എങ്കിലും പലപ്പോഴും പൊതുജനം പഴയ പേരുകൾ തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യവുമുണ്ട്. കൊളോണിയൽ ഹാങ് ഓവർ ഉപേക്ഷിച്ച് ഇന്ത്യയുടെ പൈതൃകത്തിലുള്ള അഭിമാനം വീണ്ടെടുക്കുന്നതിനുള്ള ഒരേയൊരു മാർഗമാണ് ഇത്തരത്തിലുള്ള പേരുമാറ്റം എന്നാണ് പേരുമാറ്റങ്ങൾക്ക് സർക്കാർ നൽകുന്ന വിശദീകരണം.